ഈ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ വളരെ സങ്കടകരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കാഴ്ചയാണ്! വല്ലാതെ അംഗവിഹീനരായ മനുഷ്യർ, ശിരസില്ലാത്ത കൈയും കാലുമില്ലാത്ത മനുഷ്യരൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് അവരെ വാരിയെടുത്തുകൊണ്ട് പോകുന്നു. പലയിടത്തും എത്താൻ പറ്റുന്നില്ല. ആ കാണുന്നത് ഒരു വലിയൊരു ബോംബ് സ്ഫോടനം, ഗസയിലൊക്കെ കാണുന്നത് പോലെയുള്ള തകർന്നു കിടക്കുന്ന ഒരു ഭൂവിഭാഗമാണ് കാണുന്നത്. മരണം എത്രയാവുമെന്ന് പോലും അറിയില്ല. നമുക്ക് വെറുതെ പൊലിപ്പിച്ച് ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി 200, 300 ഒന്നും പറയാൻ പറ്റില്ല. ഏറ്റവും കുറഞ്ഞിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അസാധാരണമായ ഒരു മഴയാണല്ലോ. ഇപ്പോൾ ഈ ഉത്തരാഖണ്ഡിൽ നടന്നിട്ടുള്ള ദുരന്തം കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തോ ഒരു പക്ഷേ ചിലപ്പോൾ അതിനെ കവച്ചു വെക്കുന്ന മരണസംഖ്യയായിട്ട് വയനാട് ദുരന്തം മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഈ പെട്ടെന്ന് ഈ ഉരുൾ പൊട്ടിയതുകൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കാമോ? ഇത് മേഘവിസ്ഫോടനമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇതുവരെ ഒഫീഷ്യലി കൺഫർമേഷൻ ഒന്നും വന്നില്ല. പക്ഷെ നമ്മൾ ചക്കിട്ടപ്പാറയിൽ ഈ മരണസംഖ്യ വെച്ച് നോക്കിയാൽ ഇതിനേക്കാൾ വളരെ കുറവാണല്ലോ. 20 പേരോ അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. മൂന്നാറിനടുത്ത്. അത് കുറച്ച് ദിവസത്തിന് ശേഷമാണ് ചില ജഡങ്ങളൊക്കെ അവിടെ കിട്ടിയത് തന്നെ. അവിടെ മൂന്നാർ ദുരന്തത്തിൽ ഇനി 26ഓളം ആളെ കണ്ടെത്താൻ, 28ഓളം പേരെ കണ്ടെത്താനുണ്ട്. അതെ അതെ, അത് കൂടുതൽ തമിഴ് വംശജരും ഒക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് അന്വേഷണത്തിനൊന്നും ഒരു വലിയ ശുഷ്കാന്തിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതും ചക്കിട്ടപ്പാറയിൽ ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അവിടെ ചെയ്യും എന്ന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആളുകളെ മാറ്റി പാർപ്പിക്കുക, അവർക്ക് വേറെ വാസസ്ഥലം കൊടുക്കുക, ഇതൊന്നും ഉണ്ടായതായിട്ട്. 1984-85 ഞാൻ കോഴിക്കോട് ജോലി ചെയ്യുന്ന കാലത്ത് മേപ്പാടിയിൽ ഇങ്ങനെ ഉരുൾപൊട്ടിയിട്ട് വലിയ ദുരന്തം ഉണ്ടായിരുന്നു. അവിടെ സാറ് പോയിരുന്നു അല്ലേ? 10-12 പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. പക്ഷെ അന്ന് ഈ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞ പ്രതിഭാസത്തിനെ പറ്റിയൊന്നും അറിയില്ല. അതാണ് ഇവിടെ ഇടുക്കിയിലുമൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടല്ലോ ആ സമയത്ത്, സീസണലായിട്ട്. അന്ന് ടി നാരായണൻ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ചില ചിത്രങ്ങളൊക്കെ എടുത്ത് ഫോട്ടോഗ്രാഫർ ഇന്ന് ടെലിവിഷൻ കാണുമ്പോൾ നമ്മൾ അന്നൊക്കെ കൊടുക്കണ്ട എന്ന് വെച്ച ചിത്രങ്ങളുമൊക്കെ ടെലിവിഷനിൽ ലൈവായിട്ട് കാണുന്നുണ്ട്. അത്തരം ചിത്രങ്ങൾ അന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് മകൻ്റെ എല്ലിൻ കഷ്ണങ്ങൾ ഒരു പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാവും. നാരായണൻ്റെ ബൈലൈനിലാണ് ആ ചിത്രം കൊടുത്തത്. കാരണം ഒരു ദുരന്തത്തിനെ കാണിക്കാനായിട്ട് അങ്ങനെ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ്. ഈ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ കിട്ടിയാൽ അത് മേഘവിസ്ഫോടനം ആയിട്ട് കരുതാമെന്നാണ്. വയനാട്ടിൽ അതിനേക്കാൾ കൂടുതലാണ് എന്നാണ് ഈ പെട്ടെന്ന് ഡാറ്റ നോക്കുമ്പോൾ 400 മില്ലിമീറ്റർ കിട്ടി എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലത് മേഘവിസ്ഫോടനമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 409 mm മഴ പെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ മണിക്കൂറിൽ 100 മില്ലിമീറ്റർ കിട്ടിയാൽ തന്നെ അത് മേഘവിസ്ഫോടനമായി കാണാം. ഈ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്നത് എന്ത് ശരിക്കും മേഘവിസ്ഫോടനം കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. ഈ മേഘസ്ഫോടനത്തിന് കാരണമാകുന്ന മേഘം കുമുലോ നിംബസ്, അത് അന്തരീക്ഷത്തിൽ നിന്ന് 15 കിലോമീറ്റർ ഉയരം വരെ രൂപപ്പെടും. കുമുലോ നിംബസ് എന്ന് പറയുന്ന മേഘം സാധാരണ കാണാറുള്ളതാണ്, സണ്ണി ഡേയ്സിലൊക്കെ കാണാം. അതെ, അത് കുറേയും കൂടി പ്രത്യേകതയുള്ളതാണ്. ക്ലൗഡി ആയിട്ട് മാറും. അതിന് ഈ സാന്ദ്രതയൊക്കെ കൂടും. അതിൻ്റെ അന്തരീക്ഷത്തിൽ 15 കിലോമീറ്റർ വരെ കുമുലോ നിംബസ് തന്നെയാണ് രൂപപ്പെടും. മേഘസ്ഫോടനത്തിൻ്റെ ഇടയിൽ 20 മില്ലിമീറ്ററിലധികം മഴ കുറഞ്ഞ സമയത്തിൽ തന്നെ ഉണ്ടാവും. അതാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ പാറയൊക്കെ ഉരുട്ടി താഴേക്ക് കൊണ്ടുവരുന്ന മലവെള്ളപ്പാച്ചിൽ, ലാൻഡ് സ്ലൈഡ്, മലയിടിച്ചിൽ ഒക്കെ ആയിട്ട് മാറുന്ന ആ പെട്ടെന്നുള്ള സമയത്തിൽ ഒരു വിസ്ഫോടനം ഉണ്ടാവുന്നതാണ്. 20 മീറ്ററിലധികം മഴ പെട്ടെന്ന് ഉണ്ടാവുമ്പോഴാണ് എന്നോട് പറഞ്ഞത്. ഈ നമ്മൾ വലിയ ഈ വാട്ടർ അതോറിറ്റിയുടെ വലിയ വാട്ടർ ടാങ്കുകൾ കാണും, വലിയ ചതുരത്തിൽ വട്ടത്തിൽ കാണുന്ന ചെറിയ ടാങ്കുകളില്ല, ചില നഗരങ്ങളിൽ കാണുമ്പോൾ വലിയ വിസ്തൃതിയിലുള്ള വാട്ടർ ടാങ്കുകൾ. ഇത് മുഴുവൻ പൊട്ടി വെള്ളം താഴേക്ക് വീണ് എങ്ങനെ ഇരിക്കും? അതുപോലൊരു മേഘം മുഴുവൻ തുറന്ന് വെള്ളം താഴത്തേക്ക് വിടുന്ന പോലെ പടേന്ന് വിടുന്നതാണ് ഈ മേഘവിസ്ഫോടനം
വെള്ളം അങ്ങനെ വലിയ തോതിൽ വെള്ളം താഴേക്ക്, മഴയല്ല വെള്ളം തന്നെ പതിക്കുക. വെള്ളം പഴുന്നത് അത് നല്ല ഉദാഹരണമാണ്. വളരെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രദേശത്ത് ഉണ്ടാകുന്ന അതിശക്തമായ മഴയാണ് മേഘസ്ഫോടനം, ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത്. അത് മിനിറ്റുകൾ മാത്രമേ അതിന് ഈ മേഘവിസ്ഫോടനം നീളുന്നുള്ളൂ. ഇപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഉത്തരകാശിയിലൊക്കെ അടുത്ത കാലത്തൊക്കെ ഉണ്ടായ ക്ലൗഡ് ബസ്റ്റ് പോലെയാണ് തോന്നുന്നത്. ആ താഴെയൊക്കെ കണ്ടിട്ട് ഈ കാറ്റിൻ്റെയും ഇടമുഴക്കത്തിൻ്റെയും അകമ്പടി ഉണ്ടാവും മഴയ്ക്ക്. അത് പെട്ടെന്ന് ശക്തി പ്രാപിക്കും, ആ പ്രദേശത്തിനെ ആകെ പ്രളയത്തിലാക്കും ക്ലൗഡ് ബസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ 100 എന്നുള്ളതാണ് അതിൻ്റെ ഇത് വച്ചിരിക്കുന്നത് അളവ്. മണിക്കൂറിൽ 100 മില്ലിമീറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇത് മണിക്കൂർ വേണ്ട, 20 മില്ലിമീറ്റർ നിമിഷങ്ങളിൽ വന്നാലും മേഘസ്ഫോടനമാണ്. കുമുലോ നിംബസ് മേഘങ്ങളാണ് മേഘങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ളത്, ഏറ്റവും വലിയ മേഘങ്ങൾ. ഈ മേഘസ്ഫോടനത്തിന് കാരണമാകുന്ന കുമുലോ നിംബസ് മേഘങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. ഈ ഉപരിതലത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ വായുപ്രവാഹം അത് അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക് ഉയരുന്നു. ഈർപ്പം നിറഞ്ഞ വായുപ്രവാഹം അങ്ങനെ ഉണ്ടാകുന്ന മേഘങ്ങൾ അവ അന്തരീക്ഷത്തിൻ്റെ താഴെ നിന്ന് ആരംഭിച്ചിട്ട് 15 കിലോമീറ്റർ ഉയരത്തിലുള്ള സിറസ് എന്ന് പറഞ്ഞ മേഖല വരെ എത്തും. 15 കിലോമീറ്റർ. അവയുടെ മുകളറ്റം ഉയരത്തിൽ പടർന്നു കയറുന്ന ശക്തമായ കാറ്റായിട്ടൊക്കെ മാറും. അതിൻ്റെ മുകളിലെ അറ്റം കേരളത്തിൽ തുലാമഴ, പിന്നെ കാലവർഷം, ആ സമയത്ത് ഇത്തരം മേഘങ്ങൾ, ഈ വലിപ്പമേറിയ കുമുലോ നിംബസുകൾ ഉണ്ടാകാറുണ്ട്. ശക്തമായ മഴ, കാറ്റ്, ആലിപ്പഴ വർഷം ഒക്കെ ഉണ്ടാവും. ഈ ശക്തിയേറിയ വായുപ്രവാഹം ഇതിൻ്റെ നടുക്കുകൂടി, കുമുലോ നിംബസ് രൂപപ്പെട്ടതിൻ്റെ നടുവിൽ കൂടി മുകളിലേക്ക് വരുന്നതിനെ അപ്പ് ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. മധ്യത്തിൽ കൂടി താഴേക്ക് വരുന്നതിനെ ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയും. ഈ മേഘങ്ങളുടെ താഴെ ജലഗണങ്ങളാണ്, മുകളിൽ ക്രിസ്റ്റലാണ്. മേഘസ്ഫോടനത്തിന് കാരണമാവുന്ന കുമുലോ നിംബസ് സാധാരണ കുമുലോ നിംബസിനെ അപേക്ഷിച്ചിട്ട് ശക്തമായ അപ്ഡ്രാഫ്റ്റ് ഉണ്ടാവും. ഈ നടുവിൽ കൂടിയിട്ടുള്ള വായുപ്രവാഹം കൂടിയിരിക്കും മേഘത്തിൻ്റെ. അത് അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക് വേഗത്തിലെത്തും. അവ രൂപപ്പെടുന്ന സ്ഥലങ്ങളുടെ പ്രത്യേകതകളുണ്ടല്ലോ, അതനുസരിച്ചിട്ട് ഈ നടുവിൽ കൂടി പോകുന്ന വായുപ്രവാഹം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം വഹിക്കുന്നുണ്ടാവും. ഈ അന്തരീക്ഷത്തിൻ്റെ 10 കിലോമീറ്ററിലും മുകളിൽ, ആ ഭാഗത്ത് 10 കിലോമീറ്റർ മുകളിൽ 40 മുതൽ 60 വരെ ഡിഗ്രി താപനില സാധാരണഗതിയിൽ ഉണ്ടാവും. മേഘത്തിൽ കൂടി ഉയർന്ന് ആ തണുപ്പിലേക്ക് എത്തുന്ന ഈർപ്പം നിറഞ്ഞ ഈ ജലാംശം ഉറഞ്ഞുകൂടി വലിയ മഞ്ഞുകണങ്ങളാവും. എന്നിട്ട് കാറ്റിൻ്റെ മുകളിലേക്കുള്ള പ്രവാഹം ശമിക്കുമ്പോൾ ഈ മഞ്ഞുകണങ്ങൾ ഭൂഗുരുത്വാകർഷണത്തിൽപ്പെട്ട് താഴേക്ക് പതിക്കുകയാണ്. താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കണങ്ങൾ ചെറിയ കണങ്ങളുമായിട്ട് ചേർന്ന് അതിൻ്റെ വലിപ്പം കൂടും. ഉപരിതലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ താപനിലയിലെ ഉയർച്ച കാരണം മഞ്ഞുകണങ്ങൾ ജലത്തുള്ളികളാവും, ഉരുകി ജലത്തുള്ളികളാവും, ഭൂമിയിൽ പതിക്കും. ഇതാണ് ഈ മേഘസ്ഫോടനം എന്ന് ശാസ്ത്രീയമായിട്ട് വിവരിച്ചിരിക്കുന്നത്. അതായത് ഈ ടെക്നിക്കലി ഒരുപാട് ഇല്ലെങ്കിലും അപ്രതീക്ഷിതമായി മേഘത്തിൽ നിന്ന് വൻതോതിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ജലം താഴത്തേക്ക് വന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കടന്ന് വെള്ളമായി മാറി വലിയ ശക്തിയിൽ പതിക്കുന്നതാണ് മേഘസ്ഫോടനം. അപ്പോൾ ഏതായാലും ഇതിന്ന് നമുക്ക് ഈ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് സാർ. മഴ എന്ന് പറയുന്നത് കേരളത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. മഴ പെയ്യാറുണ്ട്, അതിവർഷം ഉണ്ടായിട്ടുണ്ട്, വർഷമില്ലാതെ വന്നിട്ടുണ്ട്, കാലവർഷം, തുലാവർഷം, ഇടവപ്പാതി, ഇങ്ങനെ പലതരത്തിലുള്ള മഴകൾ നമുക്ക് പതിവാണ്. പക്ഷേ മേഘവിസ്ഫോടനവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ സമീപകാലത്ത് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 5-10 വർഷത്തിനിടയ്ക്ക് മാത്രമാണ് മേഘവിസ്ഫോടനം ഉണ്ടായതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 5-10 വർഷത്തിനിടയ്ക്കാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ കൂടുന്നത്. അപ്പോൾ വലിയ തോതിൽ ജലം മഴയുടെ രൂപത്തിലോ മേഘസ്ഫോടനത്തിൻ്റെ ഭാഗമായോ പതിച്ചാലും
അത് ഈ ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞ ചുവന്ന മണ്ണാണ്. അതെ, ഈ ഷിരൂരിൽ കണ്ടതും ചുവന്ന മണ്ണാണ് ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞ ആയിരുന്നു. അത് പൊതുവേ ദുർബലമായ മണ്ണാണ്. അതിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പാളിയായിരുന്നു അതിൻ്റെ മീതെയുള്ള എക്കോസിസ്റ്റം. ഇപ്പോൾ ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ ഈ മണ്ണിനെ ഇളകിപ്പോവാതെ സംരക്ഷിച്ച് നിർത്തുന്ന ആ പാളികൾ അത് മരങ്ങളാണ്, വെജിറ്റേഷനാണ്, നാമാവശേഷം മനുഷ്യൻ ഇടപെട്ടു. അതുകൊണ്ടാണ് മേഘവിസ്ഫോടനമൊക്കെ വന്നിട്ട് ഇപ്പോൾ വലിയ ഉരുൾപൊട്ടലൊക്കെ നിരന്തരം എല്ലാ വർഷവും ആവർത്തിക്കുന്നത്. ഇപ്പോൾ മറ്റൊന്നുകൂടെയുണ്ട്, കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ കാടില്ല, മലയില്ല. പക്ഷേ മറ്റ് 13 ജില്ലകളിലും കാടും മലയും ഉണ്ട്. എന്നിട്ടും നിരന്തരം ഇടുക്കി വയനാടാണ് നിരന്തരം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതകൾ കണക്കിലെടുത്ത് ഏറ്റവും കൂടുതൽ എൻക്രോച്ച്മെൻറ്റ്സ് നടന്നിട്ടുള്ളത് ഇടുക്കിയിലും വയനാട്ടിലുമാണ്. ഈ ഇപ്പം നടന്ന സ്ഥലത്ത് തന്നെ ശരിക്കും വാർത്തകൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോയി. ഈ അപകടമുണ്ടായ മലയുടെ താഴെ ഒരു റിസോർട്ട് ആയിരുന്നു. ഇതിനെങ്ങനെ അനുവാദം കൊടുത്തു? തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും കോട്ടയത്താണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും അവിടെ മലയും കാടും ഒക്കെ ഉണ്ട്. അവിടങ്ങളിൽ സംഭവിക്കാത്തതിൻ്റെ കാരണം അവിടെയൊന്നും ഹൈ റേഞ്ചിൽ ഈ പറഞ്ഞ പോലെ റിസോർട്ടുകൾ ഉണ്ടാകുന്നില്ല. പണ്ട് തിരുവനന്തപുരത്ത് അമ്പൂരിലൊക്കെ അമ്പൂരിൽ അതല്ലാതെ ഒരു ഉരുൾപൊട്ടൽ തിരുവനന്തപുരം ജില്ലയിലില്ല. അവിടെ ഈ പൊന്മുടി പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും അവിടെ കയ്യേറ്റം കുറവാണ്. തിരുവനന്തപുരത്ത് സത്യത്തിൽ കുറച്ച് ഉയർന്ന പ്രദേശമാണ്. മറ്റു സ്ഥലങ്ങളൊക്കെ മലയും കാര്യങ്ങളും അവിടെയും ചിലപ്പോൾ മേഘവിസ്ഫോടനം ഉണ്ടാവുന്നുണ്ടാവാം. പക്ഷേ അത് ഇടിഞ്ഞു വീഴുന്നില്ല. കാരണം ഈ പറഞ്ഞാലും മനുഷ്യൻ്റെ അനാശാസ്യമായ ഇടപെടൽ ആണ് ഇടുക്കിയെയും വയനാടിനെയും ഒരു കൊലക്കളമാക്കി മാറ്റിയിരിക്കുന്നത്. 2 സ്ഥലത്തുമാണ് ഈ ആനകൾ ഇറങ്ങുന്നത്. അതെ, ബാക്കി ജില്ലകളിലും ആനയില്ലേ, കാടില്ലേ, മലയില്ലേ. അപ്പം മനുഷ്യൻ പ്രകൃതിയുടെ സ്വാഭാവിക പരിസ്ഥിതിയെ, എക്കോസിസ്റ്റത്തെ അട്ടിമറിച്ച് നടത്തിയ ദുരന്തത്തിൻ്റെ ഫലം നിരന്തരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം കൊണ്ട് തീരത്തില്ല, അടുത്ത വർഷവും ആരംഭിക്കും. നമുക്ക് ഈ മേഘസ്ഫോടനം ഇന്ത്യയിൽ ഉത്തരകാശിയിലൊക്കെ 1908 ഒക്കെ മുതൽ തുടങ്ങുന്നുണ്ട്. 1908 15,000 പേര് കൊല്ലപ്പെട്ടതായിട്ടും ആ സാധനത്തിലുണ്ട്. ഇതിപ്പോൾ മേഘവിസ്ഫോടനം ഉണ്ടാകുമ്പോൾ ഈ കാഷ്വാലിറ്റി എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പോൾ വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അല്ല, ഈ ഉത്തരകാശിയിലും അല്ല കേദാർനാഥിലും ഒക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ അവിടെ മേഘവിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ഹിമാനികൾ ഇടിഞ്ഞു വീഴും. അവിടെ ഉണ്ടാകുന്നില്ല, രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവിടെ ഹിമാനികൾ ഇടിഞ്ഞു വീണിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അതെ, ഹിമാലയത്തിൽ നിന്ന്. അതെ, അതാണ് ഹിമഗണങ്ങളുടെ കാര്യമൊക്കെ ഈ കാലാവസ്ഥ ശാസ്ത്രജ്ഞർ പറഞ്ഞതിൽ ഉണ്ടായിരുന്നത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ദുരന്തങ്ങൾ ഒരു തുടർച്ചയാണ്. ഇതിന് നമുക്കൊരു സ്റ്റേ ഒന്നും കൊടുക്കാൻ കഴിയില്ല. സ്റ്റേ കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരണം. പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനും ഉപയോഗിക്കാനുള്ളതാണ്, പക്ഷേ കൊള്ളയടിക്കാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ. വയനാട്ടിൽ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ നേരത്തെയും ഇതൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനോ വേണ്ട രീതിയിൽ ആ ഭാഗം പ്രകൃതി എങ്ങനെയാണോ സൂക്ഷിച്ചിരുന്നത് അങ്ങനെ സൂക്ഷിക്കാനോ ഒന്നും മെനക്കെട്ടില്ല. അതിൻ്റെ ദുരന്തമാണത്. അനുഭവിക്കുക തന്നെ.